ഇയാളെ ഓർമ്മയുണ്ടോ? എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. നമ്മളൊരു ഫ്ലവർ ഗേൾസിൻ്റെ ബൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ 4 ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നൊരു കസ്റ്റമൈസ്ഡ് വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കുറേ ലെസൺസും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെയെല്ലാം എൻ്റെ കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, ഇത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെയ്യാൻ മറന്നു പോകരുതേ. ഷെയർ ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അതൊരു 8 ഇഞ്ചിൻ്റെ സൈസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് ഞാനത് ഓൺലൈനായിട്ട് വേറെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. നമുക്ക് 4 വേണമെന്നാണെങ്കിൽ 2 ഓർഡർ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ 2 റിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോഴത്തേക്കും ഏകദേശം ഇത് സൈസ് സെയിം ആയിട്ട് തോന്നി. അങ്ങനെ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല പണി കിട്ടണേ. സംഭവം ചെറുതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും സെയിം തന്നെ വേണമല്ലോ. അപ്പോൾ അടുത്തൊക്കെ അന്വേഷിച്ചിട്ട് ഒരിടത്തും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കസിനെ വിട്ടിട്ട് മേടിച്ചു. അപ്പോൾ അവനും നോക്കിയപ്പോൾ ഏകദേശം സെയിം ആണെന്ന് കരുതി ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നോക്കിയപ്പോൾ അത് ഇതിനേക്കാൾ ഇത്തിരി വലുതായിരുന്നു. അതാണ് ശിവനേ. പിന്നെ നമ്മൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കടകളൊക്കെ കയറി ഇറങ്ങി. അവസാനം സംഭവം ഒരു രാത്രി ആയപ്പോഴത്തേക്കും കിട്ടി. അർജൻറ്റ് വർക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് എന്നുവെച്ചാൽ ഒന്നാമത്തെ ഉണ്ടാക്കിയത് അതിനേക്കാളും കുറച്ചുകൂടി ഫ്ലവേഴ്സ് കൂടിയായിരുന്നു കേട്ടോ രണ്ടാമത്തേൽ. പക്ഷേ എങ്കിലും നമുക്ക് കാണുമ്പോഴത്തേക്കും ചെറിയ ഡിഫറൻസ് തോന്നുമായിരുന്നു. അപ്പോൾ നമുക്ക് സെയിം ഓർഡർ കിട്ടുമ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഫ്ലവേഴ്സിൻ്റെ എണ്ണം സെയിം ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓർഡർ വ്യത്യാസം വരാണെങ്കിൽ അതൊരു കസ്റ്റമറിനൊരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മളത് സെയിം തന്നെ മോഡൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ റിങ്ങില്ലേടാ, അത് അഴിക്കാൻ നേരത്തേക്ക് നന്നായിട്ട് ലൂസാക്കി പതുക്കെ അഴിച്ചതിന് ശേഷം ഉള്ളിലത്തെ റിങ് എടുക്കുക. ഇല്ലെന്നാണെങ്കിൽ അത് പൊട്ടിപ്പോവാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അത് ഒരെണ്ണം പൊട്ടിപ്പോയായിരുന്നു. അത് ഞാൻ കസ്റ്റമറിന് കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് മേടിച്ചതാണെങ്കിലും എന്താ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല. അതിലൊരു ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ട്. എനിക്കൊന്ന് ഇവർ യൂസ് ചെയ്യുന്ന തടിയുടേതാണെന്ന് തോന്നുന്നു. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഇത് യൂസ് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ടായിരിക്കും. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്നാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചാലോ. ഇതിൻ്റെ മെത്തേഡ് എനിക്ക് കറക്റ്റായി ഇതാണോ എന്ന് അറിയത്തില്ല. ഞാൻ യൂസ് ചെയ്ത് ഇതായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനൊരു 8 ഇഞ്ച് സൈസിൻ്റെ എംബ്രോയ്ഡറി ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്രീൻ ടേപ്പില്ലേടാ, അത് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ഇതില്ലേ, ആ സ്ക്രൂ ഒക്കെ വരുന്ന ആ പോർഷൻ കവർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ആ സൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇതാക്കി കൊടുത്തു. ഇതെന്ന് വെച്ചാൽ നല്ല പശയുണ്ട്, അതേസമയം ഇലാസ്റ്റിക് അങ്ങനത്തേക്കൊരു മോഡൽ ഗ്രീൻ ടേപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഹെയർ ആക്സസറീസിൻ്റെ ചെയ്യാൻ നേരത്തേട്ട് കുഞ്ഞ് ജസ്റ്റ് ഒരു 200-നൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നീട് ഓരോരോ വർക്കായിട്ട് കിട്ടി. പിന്നെ റീസെല്ലിങ്ങും അതിൻ്റെ പാർട്ടായിട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങുന്ന കൂട്ടുകാരാണെങ്കിലും ആദ്യമേ തന്നെ ബൾക്കായിട്ട് മേടിക്കാണ്ട് കുറച്ച് ഐറ്റംസ് മേടിച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓക്കെ. ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നും ഇല്ല കേട്ടോ. മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ ഒത്തിരി മേടിച്ച് വെച്ചു. പക്ഷേ എങ്കിൽ ഒത്തിരി ഡാമേജ് ആയിപ്പോയി കേട്ടോ. അപ്പം നമുക്കത് നഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മേടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മേടിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ഇതെല്ലാം ചുറ്റിക്കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിനി കുറച്ച് ഗ്രീൻ ലീവ്സ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഗ്രീൻ ലീവ്സ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിലിങ്ങനെ കമ്പിയൊക്കെയുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. നമ്മൾ സെപ്പറേറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ റൗണ്ടിലിങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. നമ്മളെങ്ങനെയാണ് ചുറ്റുന്നത് ആ ഒരു രീതിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് അതിരുന്നോളൂ കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഗ്രീൻ ലീവ്സ്. അപ്പോൾ നമുക്കിങ്ങനെ അടുപ്പിച്ച് ചുറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെന്നാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറേ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വരുന്ന രീതിയിലാണ് ഇതിങ്ങനെ ചുറ്റി ചുറ്റി അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് പോർഷനോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടേതായ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സൈഡ് കൂടുതലും മറ്റേ സൈഡ് ഇങ്ങനെ ചെറുതാവുന്ന രീതിയിൽ പൂക്കളിങ്ങനെ കൂടിയിട്ട് കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ടാവും, എഡിറ്റിങ്ങിൽ, സൗണ്ടിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും കേട്ടോ. എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സജഷൻസൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് ഈ സെൻറ്റർ ഫ്ലവർ ഇവിടെ ആ ഒരു കവർ ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു B6000ൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കണം. നമുക്ക് നല്ല ക്ഷമ വേണം. പിന്നെ അതിന് ശേഷം ഫോം ഫ്ലവേഴ്സിൻ്റെ ബിഗ് സൈസ് എടുത്തിട്ടോ, അതിലിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. കുറച്ചധികം ക്ഷമ നമുക്ക് വേണം. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ പോവാറുണ്ട്. ഫോം ഫ്ലവേഴ്സിൻ്റെ തന്നെ ബിഗ് സൈസും സ്മോൾ സൈസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ബിഗ് സൈസാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ തന്നെ സ്മോൾ സൈസ് എടുക്കാം കേട്ടോ. സ്മോൾ സൈസ് ലാവൻഡർ കളറ്, ഇതിൻ്റെ നെറ്റും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതിനുശേഷം ആ ഒരു കമ്പി പതുക്കെ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കളയാം കേട്ടോ. കുട്ടികളൊക്കെ അവിടെ സൂക്ഷിക്കണോട്ടോ, കമ്പിയൊക്കെ അങ്ങനെ താഴെ വീഴാതെയൊക്കെ. എന്നിട്ടത് രണ്ടെണ്ണം അവിടെ ഇങ്ങനെ വെച്ചു. അതിനുശേഷം വൈറ്റ് കളറിലുള്ള ഒരു ഫോം ഫ്ലവേഴ്സ് എടുത്തു, അത് വെച്ചിട്ട് ആ അറ്റത്തായിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. മെയിനായിട്ട് ഫോം ഫ്ലവേഴ്സ്, സെൻറ്റർ ഫ്ലവർ, പിന്നെ പോളൻ, പിന്നെ ജെറേനിയം ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, പിന്നെ ഡിഫറെൻറ്റ് ബീഡ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ എടുത്തു, ഇത് ഓർഗൻസ് ബട്ടർഫ്ലൈയുടെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അതിലിങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സിമ്പിളാണ് കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് ഫില്ല് ചെയ്യണമല്ലോ. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എത്ര എടുക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. പിന്നീട് എമർജൻസി വർക്കായതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി മേക്കിംഗ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ സജഷൻസും എല്ലാ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരെയും പിന്നീട് കാണാം. ഓക്കെ, ബൈ, ടാറ്റാ, താങ്ക് യു.